പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഗോരഷപ്പിൽ നിന്ന് പാമ്പൂച്ചയിലാണ് എത്തിയത്. അപ്പോൾ വലത്തെ കാലിൽ മുട്ടിൽ ചെറിയ നീരുണ്ട്. അതുകൊണ്ട് ശകലം താമസിച്ചാണ് ഇന്ന് പോണത്. ഏകദേശം 9 മണിയായി. എണീറ്റ് റെഡിയായി. ഇതാണ് റൂം. ഹോട്ടൽ ജെനിഫർ എന്ന് പറയുന്ന പാമ്പൂച്ചയിലെ ഹോട്ടലാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ രാത്രിയായി. ഇതാ ഹെലികോപ്റ്ററൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇന്നലെ മഞ്ഞൊക്കെ വീഴുന്നത് ഇങ്ങനെ കാണാം. ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ മഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇവിടെ നിന്നൊരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് ഈ റൂം. ഫ്രീ ആയിരുന്നു. രാത്രി വന്നിട്ടൊരു മോമോസ് കഴിച്ചു. മോമോസിനും ഒരു കട്ടൻ കാപ്പിക്കും മാത്രമേ പൈസ ആയുള്ളൂ. റൂം അവർ ഫ്രീ ആയിട്ട് വന്നു. രാവിലെ നല്ല തണുപ്പുണ്ട്. ഈ ഹോട്ടൽ ജെനിഫറിൻ്റെ റെസ്റ്റോറൻ്റാണ്. ഇതൊരു ടിബറ്റൻ അവർ നടത്തുന്നതാണ്. അപ്പോൾ വളരെ നീറ്റായിട്ട് ആണ്. ഇവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളും അങ്ങ് മഞ്ഞുമലയും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചയാണ് ഇവിടുന്ന് പുറത്തോട്ട്. അപ്പം അന്ന് ഇവിടെ പാമ്പൂച്ചയിൽ വന്നപ്പോൾ വളരെ രാത്രിയായിപ്പോയി. 7 മണി കഴിഞ്ഞു ഞാൻ പാമ്പൂച്ചയിൽ എത്തിയപ്പോൾ. ഇവിടെ നിന്നൊക്കെ നല്ല വെയിൽ. ഇതവിടെ യാക്ക് ഇടുന്ന സ്ഥലമൊക്കെയാണ്. നടക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതവരെ കിച്ചൺ. നമുക്ക് ഫ്രണ്ടിൽ കൂടെ തിരിച്ചിറങ്ങാം. രാവിലെ നല്ല വെയിൽ. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഐസാണ്. ഇങ്ങനെ ഹോട്ടലിൻ്റെ വരാന്തയിലൊക്കെ ഈ ചറുക്കണ ടൈപ്പ് ഐസാണ്. ഒന്നാമത് കാല് വയ്യ, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഐസ്. ഒരു ചെറിയ ഹോട്ടലാണ്. അപ്പോൾ രാവിലെ വയ്യാത്ത കാലം വെച്ച് നമ്മൾ നാംചെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ ചേട്ടനാണ് ഇവിടുത്തെ കുക്ക്. രാവിലെ ഇരുന്ന് വെയിൽ കൊള്ളയാണ്. കുറേ മലനിരകളൊക്കെ കാണാം. भैया इधर एक फ़ोटो होटल का. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മഞ്ഞുമലയിൽ വെയിലൊക്കെ അടിച്ച് നല്ല രസമാണ്. നമുക്ക് ഈ വഴി ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഇതാ ഹോട്ടലിൻ്റെ ബോർഡ് ഇതാണ്ട്. ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ നമുക്ക് ആ വഴി അങ്ങനെ നടക്കാം. നമ്മൾ പാമ്പൂച്ചയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇതാ ഒരു സൈക്കിൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. അത് പിന്നെ നമ്മൾ സൈക്കിൾ കണ്ടത് കുംചും എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോഴാണ് സൈക്കിൾ കണ്ടത്. ഇവിടുത്തെ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട്. നോട്ടീസ് ബോർഡല്ല എങ്ങോട്ടൊക്കെ പോവേണ്ടെന്നുള്ള. കടകളൊക്കെ രാവിലെ തുറക്കണേ ഉള്ളൂ. അന്ന് നമ്മൾ രാത്രിയല്ലേ വന്നേ. ഇവിടെയൊക്കെ എത്തിയപ്പോൾ രാത്രിയായി. ഇതൊരു ചെറിയ സ്റ്റോർ പോലെ ചോളം പരിപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് കട തുറന്നു വരണേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇതാ മുകളിലോട്ട് പോകണുണ്ട്.
ഇവിടെ ഐസ് ഇതായിട്ടിരിക്കുക. മോളിൽ നിന്ന് വന്നിട്ട് ഉണ്ടല്ലേ. വെള്ളം ചൂടാക്കണ എങ്ങനെയാണ്? നമ്മളെ പഴയ ഡിഷ് പോലെ വെച്ചിട്ട്. ഞാൻ വന്നത് മുതൽ ഇവിടെ കറണ്ടും ഇല്ല, നെറ്റ്വർക്കും ഇല്ല. നാംചയിൽ ഈ വഴി ഇവിടേക്ക് എത്തിയപ്പോൾ രാത്രിയായി. നല്ല ടെൻഷനായിരുന്നു. ഇവിടെ കുറച്ച് മരങ്ങളുള്ളത് നമ്മൾ പോണ വഴിക്ക്. നമുക്ക് നടക്കേണ്ട വഴി അങ്ങനെ ആ മലയുടെ നടുക്കൂടെയാണ് നടക്കേണ്ടത്. ഇന്ന് എത്തുമ്പോൾ ഒരു സമയമെടുക്കുക. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നടക്കുന്ന വഴി സൈഡിലൊക്കെ മഞ്ഞ്. ഇതിൻ്റെ മുകളിലൊരു ബുദ്ധ ടിബറ്റൻ്റെ അമ്പലമുണ്ട്, മൊണാസ്ട്രി. അങ്ങോട്ട് കുറച്ചടുത്താണെങ്കിൽ ഒന്ന് കയറണം. ഒന്ന് കയറാൻ പറ്റിയില്ല ഇവിടെ നിന്നിട്ട്. രാവിലെ ആൾക്കാരൊക്കെ വരെ ആൾക്കാരൊക്കെ രാവിലെ കന്നാസ് കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളം പിടിക്കാൻ വേണ്ടി. ഇങ്ങനെ കുറച്ച് വെള്ളം വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഐസ്. നമ്മളാ ഗ്രാമം പിന്നിട്ട് ഇനി മുകളിലോട്ട് കയറി. നമ്മളിങ്ങനെ അവിടെ നോക്കുമ്പോൾ അതാ കാണുന്നതാണ് തിൻപൂച്ച മോണാസ്ട്രി. നമ്മൾ അവിടെ എത്തിയപ്പോൾ അന്ന് നല്ല മഞ്ഞും കാര്യങ്ങളായിരുന്നു. അവിടെ പിന്നെ 5 മണി വരെ മൊണാസ്ട്രി ഉള്ളൂ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ മൊണാസ്ട്രി തുറന്നിരിക്കുകയുള്ളൂ. അത് കാരണം നമുക്ക് പിന്നെ നമ്മളൊന്ന് ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇനി അവിടെയാണ് നമ്മൾ നടന്ന് ഒരു ചെറിയ പാലം ക്രോസ് ചെയ്ത് പോവേണ്ട. ചെറിയ തൂക്കുപാലം ക്രോസ് ചെയ്ത് അവിടെയാണ് പോവേണ്ടത്. ഈ 1.5 കാലം വെച്ച് ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു സമയം എടുക്കും. ഇവിടെ മുകളിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്. പമ്പൂച്ചയിലോട്ട് വരുമ്പോഴുള്ള കവാടമാണത്. അവരെ ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നുണ്ട്. ഇതാ നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. ഇനി കുറച്ച് പടിക്കെട്ടുകളാണ് താഴോട്ട്.
അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പമ്പൂച്ചയിലെ കവാടം, ഐസ് മുകളിൽ പാറയിലൊക്കെ അത് കൊത്തി വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ താഴോട്ടാണ് പോകേണ്ടത്. ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ കുറച്ചുണ്ട്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കടന്ന തൂക്കുപാലമാണ് അതാ കാണുന്നത്. അന്ന് വന്ന ദിവസം ഐസായിരുന്നു. ചർക്കലായിരുന്നു, ഭയങ്കര ഐസ്. വൈകിട്ടായി അങ്ങനെ ഏകദേശം നല്ല സമയമെടുത്ത് മറികടന്ന പാലമാണത്. നമുക്കിങ്ങനെ ഇനി താഴോട്ട് ഇറങ്ങാനുള്ളത്, എന്നിട്ട് ആ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകണം. നമ്മൾ നടന്ന് തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്താറായി. ഈ പാലമാണ് സമയമെടുത്ത് അന്ന് കടന്നത്. വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്തായി. നമ്മൾ ഗോരക്ഷേപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ തൂക്കുപാലമാണ് ഇത്. ഗോരക്ഷേപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ തൂക്കുപാലം. ഇതൊക്കെ രാത്രി എൻ്റെ വീഡിയോ ഉണ്ട്. നമ്മള ഡബ്ലം മലയാണ് അതാ കാണുന്നത്. അതിൻ്റെ താഴെ വരെ നമ്മൾ അന്ന് പോയി. ഇനി കിടക്കണം. രാവിലെ ചെറുക്കലൊന്നുമില്ല, നമുക്കല്ലാതെ തന്നെ നടക്കാം. ഇച്ചിരി ആട്ടം കൂടുതലെന്നേ ഉള്ളൂ പാലം. ഇതുപോലെയുള്ള കമ്പി ഇങ്ങനെ നിൽക്കും, അത് സൂക്ഷിക്കണം. രണ്ടുപേരും പോയി പാലം ആട്ടിക്കൊണ്ട് പോവുക. ഒറ്റയ്ക്ക് നടക്കാൻ പാടുപെടുമ്പോഴാണ് അവരങ്ങ് പോട്ടെ. മര്യാദയ്ക്ക് നടന്നു പോകാൻ വയ്യ. അങ്ങോട്ടും ഇങ്ങോട്ട് പാലത്തിന് ആട്ടി നശിപ്പിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഐസിരിക്കുക. ഇതൊക്കെ ഐസാ. ആ മലയിൽ നിന്നൊക്കെ ഐസ് ഇങ്ങനെ, വെള്ളം ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ തൂക്കുപാലം കയറി. അയ്യോ, നമുക്ക് ഇങ്ങനെ കുറച്ച് ഈ വനം പോലത്തെ പൈന്മരക്കാടുണ്ട്, ഇങ്ങനെ നടക്കണം.
നല്ല മഞ്ഞ് വഴിയിലൂടെയുള്ള നടത്തം. സൈഡിൽ മരങ്ങളും മുകളിലോട്ടെല്ലാം ഇങ്ങനെ മഞ്ഞ. ഹലോ, ഇവിടെ എല്ലാം ചെറിയ മരങ്ങൾ, ഇങ്ങനെ മഞ്ഞ് വഴി. ആ വഴിയെല്ലാം പിന്നിട്ട് നമ്മളിതാ പുറത്തോട്ട് ഇങ്ങനെ വരിക. ഇവിടെ ഇനി നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇനിയൊരു ചെറിയ പാലം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതോ അല്ല, ഈ മല ഇനി കയറണം. ആ മൊണാസ്ട്രിയിലെ അങ്ങ് പോകണം നമുക്ക് നടന്ന്. മുകളിൽ നിന്നൊക്കെ കണ്ടോ, മുകളിൽ നിന്നൊക്കെ കല്ല് വന്ന് പിഴുന്നിക്കുക. ഇതുപോലെ ഇവിടെയൊക്കെ എപ്പോൾ വേണോ കല്ല് വീഴാം. അവിടെയൊക്കെ നല്ല രസമാണ് വീഴാറായ കല്ലുകളൊക്കെ. ഇവിടെയൊക്കെ ചെറുക്കണ സ്ഥലമാണ്. നോക്കിയില്ലെങ്കിൽ നേരെ അങ്ങ് താഴെ ആയിരിക്കും. മാക്സിമം ഈ വലിയ കല്ലിൻ്റെ സൈഡിൽ കൂടെ, അടുക്കിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ പോകണതാണ് എപ്പോഴും നല്ലത്. ഈ മഞ്ഞ് വീഴുന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഐസാണെങ്കിൽ നമ്മൾ ഷൂവിന് അങ്ങനെ ഗ്രിപ്പ് കിട്ടില്ല. ഇവിടെയൊക്കെ കുറച്ച് ഒരു ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അടച്ചിട്ടിക്കുക. ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓപ്പണാവും. ആൾക്കാർ വന്നു തുടങ്ങി ഇപ്പോഴേ. ഇതിലേക്കാണ് രാത്രി വന്നത്. രാത്രി വരുമ്പോൾ ഇവിടെയൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. താഴെ കണ്ടോ, അപ്പോൾ ഈ വഴിയൊക്കെയാണ് രാത്രി, ഇങ്ങനെ അപകടം പിടിച്ച വഴിയൊക്കെയാണ് രാത്രി വന്നതെന്ന്. ലൈറ്റ് കുറവായിരുന്നു. ഒരാഴ്ച കൊണ്ട് ഇവിടെയൊക്കെ മൊത്തം മഞ്ഞ് വീഴുന്ന നല്ല രസമായി. ഇവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ ഓടിയാണ് നടന്നത് അന്ന്.
ഈ മഞ്ഞുള്ള വഴിയിലൂടെ കണ്ടോ, ഇവിടെ ഇടിഞ്ഞു പോയിക്കേ താഴോട്ട്. അടുത്തത് എപ്പോൾ വേണം ഇടിയാന്നുള്ള കണക്കാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വഴി. ഇവിടെ കെട്ടിയിട്ടുണ്ട് അവർ, അടുക്കിക്കുക ഇങ്ങനെ. അയ്യോ, വെടിച്ചിരിക്കാൻ പോലെയൊക്കെ ഇരിക്കുക ഇവിടെ. വീണ്ടും മരത്തിൻ്റെ ഇടയിലോട്ടാണ് കയറി നമ്മൾ. ഇവിടെ സൂക്ഷിക്കണം, ചരക്കും. നമ്മളെ മഞ്ഞിൻ്റെ വഴി ഇതുവരെ തീർന്നില്ല. അങ്ങനെ എല്ലായിടത്തും മഞ്ഞ് വീഴുന്ന കിടക്കുക. താഴോട്ടും മുകളിലോട്ടും ഒക്കെ. ഇത്രയും എല്ലായിടും ഐസാണെങ്കിലും ഇതാ ഇവിടെ വെള്ളം ഉണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. ഇതൊക്കെ നല്ല ഐസ് കെട്ട. ആ വഴി അങ്ങനെ പോകണം.